കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ മുസ്ലിം ലീഗ് നേതാവ് ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഷിംജിത എല്ലാ രണ്ടാമത്തെയും നാലാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം അനുവദിച്ചത്. രണ്ടാമത്തെയും നാലാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തരുത് തുടങ്ങിയവയാണ് ജാമ്യ വ്യവസ്ഥകൾ. നേരത്തെ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഇതോടെയാണ് ഷിംജിത മുസ്തഫ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഷിംജിതയുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. എന്നാൽ ഫോറൻസിക് ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ട സാഹചര്യം കേസിലില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കൂടാതെ ഷിംജിത മുസ്തഫ 21 ദിവസമായി ജയിലിൽ കഴിയുന്നത് കണക്കിലെടുക്കണമെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഷിംജിതയ്ക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ഇനി മറ്റൊരാൾക്കും ഇത്തരം അവസ്ഥ ഉണ്ടാകരുതെന്നുമാണ് ദീപകിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. വീഡിയോ കണ്ടാൽ തന്നെ അറിയാം കുട്ടി ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത്. അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളെ നല്ല ശിക്ഷ കൊടുത്തിട്ട് ഇതാക്കണം. പുറത്തിറക്കരുതെന്നല്ല ഇതുണ്ട്. കുട്ടി വേറെ ഒരു കുട്ടി ഇവിടെ ബാക്കിലുള്ള ആ കുട്ടിയുടെ വഴി നല്ല കൊടുത്തുക്കണം. ഇത് ഒരു കൊടുത്തത്. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യവേ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയത്. തുടർന്ന് വീഡിയോ ചിത്രീകരിച്ച ഷിംജിതയെ ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒളിവിലായിരുന്ന ഷിംജിത ജനുവരി 21-ന് വടകരയിൽ വെച്ചാണ് പിടിയിലായത്. ജനം, കോഴിക്കോട്.